പെട്ടെന്ന് എല്ലാവരും നല്ല രീതിയിൽ ഓടുവാണ്. ഹണ്ട് ചെയ്തിട്ടുണ്ടേ. ആ അതെ കിട്ടിയിട്ടുണ്ട്. നീന്തണത് വെള്ളത്തിൽ നീന്തണത്. ഹായ് ഹലോ നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും KL തേട്ടണേൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. പറമ്പിക്കുളത്താണുള്ളത്. പറമ്പിക്കുളത്ത് ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത് ബിയർ പാർക്ക് ട്രക്കിംഗ് ആണ്. 1-2 ദിവസമായിട്ട് ഇവിടെ ടൈഗറിൻ്റെയൊക്കെ ചെറിയ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നൊന്ന് കാട് കയറാമെന്ന് വിചാരിച്ചു. ഉൾക്കാട്ടിലേക്ക് കയറാൻ പോകുന്നൊരു ഏരിയ സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരം റോട്ടിൽ കൂടി നടന്നിട്ട് വേണം അങ്ങോട്ടൊന്ന് ചെല്ലാനായിട്ട്. അപ്പോൾ നല്ല സൈറ്റിംഗ് ഒക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ യാത്ര നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിവിടെ പോകണ വഴി തന്നെ ഒരു ചെറിയ സൈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. എല്ലാവരും നല്ല രീതിയിൽ ഓടുവാണ്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് സൈറ്റിംഗ് കിട്ടാൻ പോവാണ്. നേരെ എൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. വൈൽഡ് ഡോഗ്സിൻ്റെ എന്തോ ഒരു കില്ലിംഗ് ഉണ്ട്. ഈ നിൽക്കുന്ന വൈൽഡ് ഡോഗ് നമ്മുടെ മൂവ്മെൻറ്റ്സ് നോക്കി മറ്റുള്ളവർക്ക് സിഗ്നൽ കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വളരെ തന്ത്രശാലികളായിട്ടുള്ളവർ. എന്തായാലും നമ്മളെ കണ്ട് തന്നെ ആൾ നേരെ ക്രോസ് ചെയ്ത് പോയി. അടുത്ത സിഗ്നൽ കിട്ടിയതിന് ശേഷം ഇവരും പയ്യനെ മൂവ് ചെയ്ത് കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അവരുടെ അടുത്ത മൂവ്മെൻറ്റ്സിന് വേണ്ടി നമുക്കും വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ ഈ കാട്ടിലെന്തോ കില്ലിംഗ് ഉണ്ട്. വൈൽഡ് ഡോഗിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം. ദോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ കാട്ടുനായ്ക്കളാണ് നമ്മുടെ ഈ വൈൽഡ് ഡോഗ്സ്. വളരെ സംഘടിതരായ ബുദ്ധിയും തന്ത്രവും അടവുകളും ഉള്ള വേട്ട സമൂഹങ്ങളാണ് നമ്മുടെ ഈ ഒരു വൈൽഡ് ഡോഗ്സ്. വൈൽഡ് ഡോഗ്സ് അവിടെ ഉണ്ട്. നമ്മൾ കാടരിച്ച് പിറകുന്ന സമയം കൊണ്ട് വൈൽഡ് ഡോഗ്സ് തൊട്ടപ്പുറം മാറി നിന്നിട്ട് നമ്മളെ വാച്ച് ചെയ്യുന്നത് നമുക്കിതിൽ കാണാൻ പറ്റും. എന്തായാലും നമുക്ക് ഇതുവരെ കില്ലിംഗ് കിട്ടിയിട്ടില്ല. നമുക്കൊന്നും കൂടി കാട്ടി കയറി നല്ലപോലെ ഒന്ന് അരിച്ച് പിറക്കാം. അപ്പോൾ മുരുകേശണ്ണായിട്ട് നമ്മൾ കാട്ടിലത് ജസ്റ്റ് നോക്കാം. ഒരു കില്ലിംഗ് ഉണ്ട്. എന്തായാലും വൈൽഡ് ഡോഗ്സിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. നോക്കാം എന്തിനാ കില്ല് ചെയ്തേക്കണമെന്ന്. അത് വിട്ടുപോയാ? ഇല്ല, അത് വിട്ടു പോയിട്ടില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും അവരവിടെ വിളിച്ചെന്ന് നമ്മൾ നോക്കണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ലെവലെടുത്ത് ഒളിപ്പിച്ച് കാണൂല്ലേ? അതെ അതെ. എന്തായാലും നമുക്ക് ഇതുവരെ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. നമുക്കൊന്നും കൂടി ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് അരിച്ച് പറക്കാം. മാറി നിന്ന് നോക്കാം. മാറി നോക്കാം അല്ലേ? അതെ, ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കാം. ഇവന്മാർക്ക് ഒളിപ്പിച്ചേക്കുന്ന സ്വഭാവം ഉണ്ടോ? ഒളിപ്പിക്കലില്ല, ഇവന്മാരെ ഒളിപ്പിക്കില്ല. ഈ ഒളിപ്പിച്ച് വെക്കുന്ന സ്വഭാവം പുള്ളിപ്പുലിക്കേ ഉള്ളൂ. അല്ല, നമുക്ക് റോട്ടിൽ നിന്ന് കഴിഞ്ഞാലേ അങ്ങോട്ട് മാറിക്കല്ലേ, അത് ക്രോസ് ആകുന്നതും നമുക്ക് എടുക്കാൻ സാധിക്കില്ല. എടുക്കും. നമ്മൾ പയ്യനെ മാറി നിന്നതിന് ശേഷം വീണ്ടും വൈൽഡ് ഡോഗ്സ് ഓരോരുത്തരായിട്ട് വരുന്നത് നമുക്കിതിൽ കാണാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ടുള്ള ഇവർ ഹണ്ട് ചെയ്തിട്ടുള്ള പോയിൻ്റ് ഇവർ കാണിച്ചു തരുന്നില്ല. അതാണ് ഇവർ ഏറ്റവും വലിയ തന്ത്രം. അപ്പോൾ നമ്മളെ മാക്സിമം ഇട്ട് ഇവരിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ മാറി നിന്ന് നോക്കുമ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നതും ഈ ഒരു വിഷ്വൽ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. പെട്ടെന്ന് അവിടെ ചാലിലാണ്, ആ ചാലിലാണ് ആ പാലമില്ലേ, പാലത്തിൻ്റെ ചാലിലാണ് വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കണമെന്ന് പറഞ്ഞ് നമുക്കൊന്നും കൂടി ക്ലോസ് ആയിട്ട് പോയി നോക്കാം. എന്താ ഇല്ലെന്നാ പറഞ്ഞേ? ഇല്ല, ആ ചാലില്ല. അപ്പുറയാണോ? ഇനി അപ്പുറത്താണ് തോന്നുന്നു. എന്തായാലും തൊട്ടപ്പുറേ പോയി നോക്കാം. ഇവിടെ കാര്യമായിട്ടുള്ളൊരു ഇതില്ല. വൈൽഡ് ഡോഗ്സ് ആ കാണുന്ന ഭാഗത്തിട്ട് ഓടിയേക്കണത്. പക്ഷെ പിടിച്ചിട്ടുണ്ട്, അത് പിടിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. കൊന്നിട്ടുണ്ടല്ലേ? അല്ലെങ്കിൽ അത് പോകുമല്ലോ. എന്തായാലും നമുക്ക് അപ്പുറത്തെ ചാലും കൂടി ഒന്ന് പോയി നോക്കാം. ഇവിടെ ഭയങ്കര മുരളിച്ച കേട്ടായിരുന്നു. ഇങ്ങോട്ട് വരും. അതെ കിട്ടിയിട്ടുണ്ട്. അയ്യോ, അതിൽ വരുന്നുണ്ട് കേട്ടോ, 4 പേരുണ്ട്. അതിൽ കയറിയിട്ടുണ്ടെന്ന്. ഇങ്ങോട്ട് വരും. പെട്ടെന്ന് ചാടി ഓടുന്നു കേട്ടാ. ഇവിടെ തന്നെ
ഇതാ ഈ ഒരു സൈഡിലാണ് കില്ലിങ് കിടന്നേക്കണേ. അവന്മാർ ഉള്ളു ഇതാ കിടക്കും. ആ തിന്ന് തീരാറായി. കൊന്നിട്ടേക്കുവാ. ആ ഇതാ ഇവിടെ കൊന്നിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. തീരാറായത്. തീരാറായിരുന്നു. നമുക്കൊന്ന് പോയി നോക്കാം. കുട്ടിയാണ്. ഒരു മ്ലാവിൻ്റെ അല്ലേ? മ്ലാവിൻ്റെ കുഞ്ഞ്. ഇതാ ഒരു മ്ലാവിൻ്റെ കുഞ്ഞിനെ കൊന്നിട്ടേക്കുക. ഇതാ കൊന്നതിനെ മാക്സിമം കഴിച്ചിട്ടുണ്ട്. ഇവന്മാർ കുറേ നേരമായിട്ട് വൈൽഡ് ഡോഗ്സ് ഇവിടുന്ന് ഓടണ്ടായിരുന്നു. അപ്പം നമുക്ക് കൃത്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. ഇതാ ഫ്രഷ് കില്ലിംഗ് ആണ്. നീന്തണത് വെള്ളത്തിലെ നീന്തണത്. പെട്ടെന്ന് അയ്യോ സൂപ്പർ സീനായി. അയ്യോ നമുക്ക് ദാ റിവർ ക്രോസ് ചെയ്തിട്ട് ഓരോ വൈൽഡ് ഡോഗ് ക്രോസ് ചെയ്ത് പോയി. പക്ഷേ എൻ്റെ വിഷ്വൽ എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഇതിൻ്റെ വിഷ്വൽ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് പോയത്. അപ്പോൾ അവിടെ നിന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് വന്നാലേ ഈ ഒരു കാഴ്ച ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇതൊരു കാട്ടിൻ്റെ നിയമമാണ്. മീറ്റ് കഴിക്കുന്ന ജീവികൾക്ക് മീറ്റ് കഴിച്ചേ അവർ വിശപ്പടക്കാനാവുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പയ്യനെ മൂവ് ചെയ്യാണ്. ആ കാടിൻ്റെ ഒരു ആംബിയൻസ് എന്താ. അപ്പോൾ ഇതാ ഇവിടെ ഒരുപാട് കരിങ്കറുങ്ങുണ്ട്. നമ്മൾ വന്ന സമയത്ത് അവർ കുറച്ച് മൂവ്മെൻറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. അവർ നമ്മളെ ചെറുതായിട്ട് പേടിപ്പിക്കണേ. ഇതാ സൈഡിൽ കരച്ചിലേക്ക് കേട്ടോ. അവർ നമ്മൾ ജസ്റ്റ് ഒന്ന് പേടിപ്പെടുത്തുന്നേ. ഫ്രണ്ട്സ്, നമുക്ക് തൊട്ടടുത്ത് കാട്ടിയുടെ ഒരു സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നമുക്കിപ്പോൾ കാട്ടിയെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ സഫാരി പോകുന്ന പോലെ അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല നമ്മൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ. കാരണം നമ്മുടെ ചെറിയൊരു കാലനക്കം പോലും ഇവർ അപ്പം തന്നെ എസ്കേപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം സൈലൻ്റായിട്ട് വേണം നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. ഒരുപാട് കരടിയുടെയും ലെപ്പേർഡിൻ്റെയും അതുപോലെ തന്നെ ടൈഗറിൻ്റെയൊക്കെ പക്മാർക്ക് കിട്ടി. പക്ഷേ നമുക്ക് വലിയ ആനിമൽസിൻ്റെ സൈറ്റിംഗ് ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. നല്ല സൈസുള്ളൊരു പക്മാർക്കാണ്. ഈ ഒരു ഭാഗം കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും ആനയുടെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഒരു ഭാഗത്തൊരു ഇല്ലിക്കൂട്ടം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. ഈ പിണ്ടമൊക്കെ കിടക്കുന്നത് കണ്ടാൽ അറിയാൻ പറ്റും ഒരുപാട് ആനക്കൂട്ടം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു ഭാഗത്തെ തന്നെ അവർ മാറ്റിമറിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുണ്ട ചീവീടിൻ്റെ ഒക്കെ നല്ല ശബ്ദം കേൾക്കാൻ പറ്റും. ഇതാ നമ്മുടെ ടീമെല്ലാം തന്നെ ഇതാ അതിലേ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇവിടെ ഒരു കില്ലിങ്ങിൻ്റെ സ്മെല്ലുണ്ട്. നമുക്ക് ഈ ഏരിയ ജസ്റ്റ് ഒന്ന് അരിച്ച് വർക്കാം. നല്ല രീതിയിൽ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ കടുവ ഒരു കാട്ടിയെ കൊന്നിട്ടുണ്ട്. ഇതൊരു ഫീമെയിലായിട്ടുള്ള കാട്ടിയാണ്. കാരണം ഇതിൻ്റെ കൊമ്പിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. മെയിലുകൾക്കാണെങ്കിൽ നല്ല കൊമ്പുകൾക്ക് അകലം ഉണ്ടാവും. ഇത് ഫീമെയിലാണ്. എന്തായാലും ഒരാഴ്ചത്തോളം പഴക്കമുണ്ട്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ തിന്നിട്ടുണ്ട്. ഇനി കുറച്ച് സ്കിന്നും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ബാക്കി ജീർണിച്ച് പോകാനായിട്ട്. എന്തായാലും ഇത് 2 ടൈഗറാണ് അറ്റാക്ക് ചെയ്തേക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് കണ്ടറിയാൻ പറ്റും. 2 പക്മാർക്ക് നമുക്കിവിടെ കാണാൻ പറ്റിയായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അവരൊരു മീറ്റിംഗ് ടൈം ആയിരിക്കാം. അങ്ങനെ പറയാനുള്ള കാരണം കടുവ പൊതുവെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ്. ഇണചേരുന്ന സമയത്തോ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്താണ് കടുവ കൂടുതലും കൂട്ടമായിട്ട് പോകുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പിൽ ചേട്ടൻ പറഞ്ഞത് ഇത് നല്ല സൈസുള്ളൊരു കാട്ടിയായിരുന്നാണ്. എന്തായാലും നമ്മൾ അധികം നേരം നിൽക്കുന്നില്ല. കാരണം നമുക്ക് ഇവിടുന്ന് പയ്യനെ മൂവ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് അയയ്ക്കുക. ട്രാവൽ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസും വിഷ്വൽസും നമ്മുടെ ചാനലുണ്ട്. നിങ്ങൾ സമയം പോലെ കണ്ട് നമ്മൾക്കും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഏകദേശം ഒരു 4 കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടുണ്ട്. വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഈ കാണുന്നത് നിലപ്പനയാണ്. അതിൻ്റെ പൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ പൂവൊക്കെ വരുന്നത്. ഈ കാണുന്നതാണ് അതിൻ്റെ പൂവ്. നമ്മൾ പറമ്പുകളും കാട്ടിൽ വന്നപ്പോൾ കണ്ടതാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വംശനാശം വന്നിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഇതാണ് വരുന്നത് നിലപ്പന. ഇത് മെഡിസിൻ വാല്യൂ ഉള്ളൊരു ചെടിയാണ്. നമ്മുടെ കാട്ടുപോത്തിൻ്റെയൊക്കെ കാൽപ്പാടാണ്. ഫ്രണ്ട്സ്, നമുക്ക് ഈ കാണുന്ന ഭാഗത്ത് കരടി മാന്തിയിട്ട് കാണാൻ പറ്റും. ചെതലും അല്ലെങ്കിൽ മറ്റുള്ള കീടങ്ങളെയൊക്കെ മാന്തി നോക്കിയതിൻ്റെ ഒരു പാടാണ് ഈ കാണുന്നത്. ഫ്രഷ് ആയിട്ടുള്ളൊരു മാർക്ക് തന്നെയായിട്ട് ഇത്. നമുക്കെന്തായാലും ഉള്ളിലേക്ക് പോയി നോക്കാം.
അവിടെ എന്ത് സൈറ്റിങ് കിട്ടിയിട്ടുണ്ട്. ഇത് കാട്ടുപോത്തിൻ്റെ കാഷ്ടമാണ്. നമുക്ക് തൊട്ട് മുന്നേ ആളുടെ മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. കുരങ്ങന്മാരിരിക്കുന്നുണ്ടോ? എനിക്ക് വീഡിയോ കിട്ടി, പക്ഷെ ഫോക്കസ് ഇല്ല. ഇതാ ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിലുള്ള ഇഞ്ചിയൊക്കെ പോലത്തെ ഒരു സാധനമാണ്. നമുക്കൊന്ന് പറിച്ച് നോക്കിയത് എന്താണ്. ഇത് ഇഞ്ചി തന്നെ കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് കാട്ടിഞ്ചിയാന്ന് തോന്നുന്നു. നല്ല ഇഞ്ചിയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ പറ്റിയാൽ അതിൻ്റെ ഒരു കട പറിച്ച് നോക്കാം. അത് തന്നെ ഇതാ നമുക്ക് കാണാൻ പറ്റും. ഇതാ ഈ കാണുന്നത് കാട്ടിഞ്ചിയാണ്. നമുക്ക് പറിച്ചവിടെ തന്നെ തിരിച്ചു വെച്ചേക്കാം. നിങ്ങൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്ന് പറിച്ചതാണ്. കാരണം പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്കും അത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാൽ കേട്ടോ. നമുക്ക് ഈ വഴി വേണം ഇറങ്ങിപ്പോകാനായിട്ട്. ഇതിലൊക്കെ ആനിമൽസ് ക്രോസ് ചെയ്തതിൻ്റെയും ഒക്കെ കാൽപ്പാടുകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്കിനി ഇത് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറമായിട്ട് പോകാനായിട്ട്. ചേട്ടൻ എത്ര പ്രാവശ്യം കൂടെ ലെപ്പേഡിനെ കണ്ടിട്ടുണ്ട്? ഞാൻ ലെപ്പേഡ് കുറേ തവണ, അങ്ങനെ കണക്കൊന്നുമില്ല, പക്ഷേ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ട് ലെപ്പേഡിനെ. അതെ. പിന്നെ കടുവ കണ്ടിട്ടുള്ളത് ഒരു 20 തവണയെങ്കിലും ഉണ്ടാവും. കണ്ടിട്ടുണ്ട്. അത് ഈ ഓരോ ടെറിട്ടറിയിലുള്ള സെയിം കടുവ തന്നെയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ? ഞാൻ 3 കടുവ തന്നെയാണ് മെയിനായിട്ട് കണ്ടിരിക്കുന്നത്. അത് പക്ഷേ അത് സെയിം റൂട്ടിൽ തന്നെയാണ്. അതിലിപ്പോൾ ഈ പഗ്മാർക്ക്, അതുപോലെ തന്നെ എലിഫന്റ് സോങ്, അങ്ങനെ പല ട്രക്കിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ടെറിട്ടറി ഏത് ടെറിട്ടറിയിൽ കണ്ടേക്കണ ടൈഗർ? നമ്മൾ പഗ്മാർക്കിലാണ് ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത്. അത് ഞാൻ തൊട്ടടുത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു 10 മീറ്റർ ഡിസ്റ്റൻസ്. പിന്നെ ഞാനും ചെൽവനും കൂടി ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ 3 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു മരത്തിൽ കയറിയിരുന്ന് അങ്ങനെ എടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും അടുത്ത് കണ്ടിട്ട്, ഏറ്റവും ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടൈഗർ കണ്ടായിരുന്നോ? കണ്ടു. പക്ഷേ അവസാന നിമിഷം അത് അറ്റാക്ക് ചെയ്യുന്ന സമയം ഒരു മൂടായി. കാരണം അത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പായപ്പോൾ ഞാൻ ഒച്ചയിട്ടു. അങ്ങനെ ഒച്ച ഇട്ടില്ലെങ്കിൽ മിക്കവാറും ഞങ്ങൾ ആക്രമിക്കുകയായിരുന്നു. രണ്ടെണ്ണം ആക്രമിക്കുകയായിരുന്നു. ഹണ്ടിങ് ചെയ്തിട്ട് ഒരു 3 ദിവസമായി. അതിന് അഴുകാൻ വേണ്ടി വിട്ട ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിലാണ് ഞങ്ങൾ ഫസ്റ്റ് ദിവസം വേറൊരു ആൾ പോയി, ബാബു പറഞ്ഞവൻ. അവനിക്ക് പോയിട്ട് കിട്ടിയില്ല. ഞങ്ങൾ 3ാമത്തെ പക്കം പോയപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് കിട്ടി. ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് അലാം കോൾ കിട്ടാൻ തുടങ്ങി. മ്ലാവിൻ്റെ, മയിലിൻ്റെ, കരിങ്കുരങ്ങൻ്റെ ഒക്കെ അലാം കോൾ കിട്ടാൻ. പക്ഷെ ഞങ്ങളത് നിസ്സാരമാക്കി വിട്ടു. പക്ഷേ ഏറ്റവും അടുത്ത് അവസാനം കാലിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ടൈഗറിനെ കാണുന്നത്. കാരണം അത്രയും ഫാസ്റ്റിലാണ് വരുന്നത്. ഒരു 5 മിനിറ്റും പോലും ആയിട്ടുണ്ടാവില്ല ഈ 5 കിലോമീറ്റർ പാസ് ചെയ്ത് വന്നത്. അത്രയും സ്പീഡിലായത്. എന്നാണ് ഞങ്ങൾ ശരിക്കും പേടിച്ചത്, കടുവേനെ കണ്ട് പേടിച്ചത്. പിന്നെ കണ്ടിട്ടുണ്ട് തൊട്ടടുത്തൊക്കെ. ഞാൻ വേറൊരു ഗസ്റ്റിനെ വിളിച്ചിട്ട് പോയപ്പോൾ, ഒരു ഇൻകം ടാക്സ് ഓഫീസറിനെ വിളിച്ചിട്ട് പോയപ്പോൾ അതൊരു 15 മിനിറ്റോളം വെള്ളത്തിൽ കിടന്നു. പിന്നെ ഞാനൊരു ഫേസ് ടു ഫേസ് കടുവയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം അതേ വഴിക്ക് വീണ്ടും ഞങ്ങൾ പോയപ്പോൾ കടുവ വേറൊരു ഫോട്ടോഗ്രാഫികൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഹിൽമൈനയുടെ ഒക്കെ സൗണ്ട് കേൾക്കാം. ഇത് ഹിൽമൈനയുടെ സൗണ്ട്, മലബാർ പാരക്കിറ്റ്, ഡ്രോങ്കോ ഉണ്ട്. അങ്ങനെ പല ബേഡ്സിൻ്റെ സൗണ്ട്. ഡ്രോങ്കോ പറയുന്നത് മിമിക്രി ബേർഡാണ്. കാടുമുടക്കി എന്നൊക്കെ പറയും. ഗ്രേറ്റർ റാക്കറ്റൈൽ ഡ്രോങ്കോ എന്ന് പറയും. ഇവിടെ കാട്ടുകോഴീനെ കൊന്നിട്ടുണ്ട്.
അതിൻ്റെ പപ്പും കൂടെ കാണാം. ഇനി നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറം കിടക്കണം. അതാണ് അടുത്ത ടാസ്ക്. കാട്ട് നെല്ലിക്കുണ്ട്. ഒരുപാടുണ്ടായിട്ടുണ്ട്. ചേട്ടൻ പറിക്കുന്നുണ്ട്. സൈഡിലൊക്കെ നോക്കി അറിയാൻ പറ്റുന്ന ഇത് നെല്ലിക്കാണോ ചെല്ലിക്കാണോ? നെല്ലിക്ക അല്ലേ? നല്ല കയ്പുണ്ട്, പുളി കുറവാണ്. സഫാരിക്കിടയിൽ നമ്മൾ കൊണ്ടുവന്ന് ബിസ്ക്കറ്റൊക്കെ തീർന്നാൽ ഇതുപോലെയുള്ള കൊച്ചു കൊച്ച് സാധനങ്ങൾ കിട്ടും. അതൊക്കെ പറക്കി തിന്നുക, വേറൊരു രക്ഷയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബിയർ പാർക്ക് ട്രക്കിങ്ങിൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയിൽ പുതിയ കാഴ്ചകളൊക്കെ കാണുന്നവരെ എല്ലാവർക്കും ബൈ.